ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മാംഗോ കുൾഫിയാണ്. മാംഗോ വെച്ചിട്ട് കുൾഫിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ കുൾഫി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല മധുരവും നല്ല ഏലക്കയുടെയൊക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല മധുരമുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കുൾഫിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. 2 എണ്ണം മതിയാവും. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ വേണ്ടത് ഒരു ഏലക്കയുടെ കുരുവും വേണം. അതിൻ്റെ തോലെടുക്കേണ്ട. അതുപോലെ തന്നെ 450 ml പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്കപ്പോൾ ഈ പാലിലൊട്ടും വെള്ളം ചേർക്കരുത്. ഇപ്പം ഞാനിവിടെ സോസ് പാനിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര മധുരം ഈ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അത് മധുരം കറക്റ്റാണ്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മധുരം മതിയാവും. അപ്പോൾ ഇത് ഞാനിവിടെ പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിൽ വേണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ. ഞാൻ മാങ്ങയുടെ പീസസ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കയുടെ വിത്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ ആ കുരുവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തോല് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ആറിയ ഈ പാല് നമ്മൾ കണ്ടാൽ മനസ്സിലാവും പകുതിയായിട്ട് അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പാല് ആറിയിട്ട് വേണം ഇത് നമ്മൾ ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട്. ഞാൻ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അരച്ചതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. ഞാനിവിടെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലെ ചെറിയ മോൾഡാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മോൾഡാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ ഈ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നിറച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാനാണ് വെക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലല്ല, ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൽ കാണുന്ന ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് 2 കവർ ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് രണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രീസ് ചെയ്തതിന് ശേഷം 5-6 മണിക്കൂറായി. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്നും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടാണ് ഡീമോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്കിലേ ഇതൊന്ന് വിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് അറിയിക്കണേ. നല്ല ഏലക്കയുടെയൊക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുൾഫിയാണ്. നല്ല മധുരമുള്ള കുൾഫി. ഇത് മോൾഡ് ഇങ്ങനെ ചെറുതായതുകൊണ്ട് മാത്രമാണ് ഈ കുൾഫി ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.